ക്രിസ്തുമസിന്റെ വരവറിയിച്ചുകൊണ്ട് വൈപ്പിൻകരയുടെ ചരിത്രത്തിലാദ്യമായി ബോൺ നത്താലെ എന്ന പേരിൽ 1500ഓളം പപ്പാഞ്ഞിമാർ അണിനിരുന്ന ക്രിസ്തുമസ് സന്ദേശ വിളംബരയാത്രയും മഹാസംഗമവും നടത്തി. വാടയിൽ സെന്റ് ജോർജ് ഇടവകയുടെ നേതൃത്വത്തിൽ വെളിത്താമ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബരയാത്ര വാടയിൽ പള്ളിയങ്കണത്തിൽ സമാപിച്ചു. വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാതയിലൂടെ കടന്നുപോയ സാന്താക്ലോസ് കൂട്ടം കാണികൾക്ക് കൗതുകമായി. ക്രിസ്തുമസ് സന്ദേശയാത്രയെ കൂടുതൽ ആകർഷകമാക്കിക്കൊണ്ട് ദൃശ്യങ്ങളും ബാൻഡുമേളവും വാദ്യഘോഷവും ഉണ്ടായിരുന്നു. കൂടാതെ ഒട്ടകപ്പുറത്തേറിയ പുൽക്കൂടും കുതിരപ്പുറത്തേറിയ സാന്താക്ലോസ്മാരും ഭീമാകാരമായ കരടി രൂപങ്ങളും വിളംബരയാത്രയ്ക്ക് കൂടുതൽ പകുത്തേകി. അതോടൊപ്പം 500ഓളം കുഞ്ഞു സാന്താക്ലോസ് കൂട്ടവും വിളംബരയാത്രയിൽ ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ നൃത്തച്ചുവടുകളോടെയാണ് വിളംബരയാത്ര പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നത്. തുടർന്ന് നടന്ന മഹാസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇടവക വികാരി ഫാദർ ഡെന്നി മാത്യു പെരിങ്ങാട്ട് സംസാരിച്ചു. സാന്താക്ലോസ് എന്ന വിശുദ്ധൻ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരറിയാതെ അവരെ സഹായിച്ച് കടന്നുപോരുന്ന വ്യക്തിയായിരുന്നു. സാന്താക്ലോസിനെ മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്കും സാധിക്കണമെന്ന് തന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം ആഹ്വാനം ചെയ്തു. സഹവികാരി ഫാദർ ജിക്സൺ ജോൺ ചേരിയിൽ വിളംബരയാത്രയിലും സംഗമത്തിലും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിച്ച് സംസാരിച്ചു.